നമസ്കാരം. ജിയോജിബ്രയിലെ മെൻസുറേഷൻ എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് സമചതുർഭുജത്തിന്റെ വിസ്തീർണം, ചുറ്റളവ് എന്നിവയാണ്. ഗോളം, ഗോപുരം എന്നീ ആകൃതിയിലുള്ള വസ്തുക്കളുടെ ഉപരിതല വിസ്തീർണം, വ്യാപ്തി എന്നിവ. നിങ്ങൾക്ക് ജിയോജിബ്രയുടെ അടിസ്ഥാന പരിജ്ഞാനം ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ജിയോജിബ്രയുടെ പ്രസക്തമായ ട്യൂട്ടോറിയലുകൾക്ക് വേണ്ടി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് പതിപ്പ് 11.10, ജിയോജിബ്ര പതിപ്പ് 3.2.47 എന്നിവയുമാണ്. ഇനി പറയുന്ന ജിയോജിബ്ര ടൂളുകൾ ഉപയോഗിക്കുന്നു: സെഗ്മെന്റ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്, സർക്കിൾ വിത്ത് സെന്റർ ആൻഡ് റേഡിയസ്, എലിപ്സ്, പോളിഗോൺ, ന്യൂ പോയിന്റ് ആൻഡ് ഇൻസേർട്ട് ടെക്സ്റ്റ് എന്നിവ. ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ തുറക്കാം. ഡാഷ് ഹോമിലെ മീഡിയ ആപ്ലിക്കേഷൻസ് എന്നതിലെ എഡ്യൂക്കേഷൻ ആൻഡ് ജിയോജിബ്ര തിരഞ്ഞെടുക്കുക. സമചതുർഭുജത്തിന്റെ ചുറ്റളവ് കണ്ടെത്താം. മുമ്പത്തെ ട്യൂട്ടോറിയൽ quadrilateral.ggb എന്നത് ഉപയോഗിക്കുക. ഫയൽ തുറക്കുവാനായി quadrilateral.ggb ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഏരിയ ഓഫ് ദി റോംബസ് ഈക്വൽ ടു 1/2 ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽസ്. അത് കാണിക്കുവാൻ ഇൻസേർട്ട് ടെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഡ്രോയിംഗ് പാഡിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ടെക്സ്റ്റ് ബോക്സ് തുറക്കുന്നു. ഇരട്ട ഉദ്ധരണികൾക്കുള്ളിൽ ഏരിയ ഓഫ് ദി റോംബസ് ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യുക. പ്ലസ് എന്ന ചിഹ്നം ഇട്ട് ബ്രാക്കറ്റിനുള്ളിൽ 1/2 സ്പേസ് f സ്പേസ് g ബ്രാക്കറ്റ് അടയ്ക്കുക. ഇവിടെ g, f എന്നിവ സമചതുർഭുജത്തിന്റെ ഡയഗണൽസ് അഥവാ കർണരേഖകൾ ആണ്. ഓകെയിൽ ക്ലിക്ക് ചെയ്യുക. സമചതുർഭുജത്തിന്റെ വിസ്തീർണം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അടുത്തത് ചുറ്റളവ് കണ്ടെത്തണം. ഇൻസേർട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡ്രോയിംഗ് പാഡ് ക്ലിക്ക് ചെയ്യുക. ഒരു ടെക്സ്റ്റ് ബോക്സ് തുറക്കുന്നു. ഇരട്ട ഉദ്ധരണികൾക്കുള്ളിൽ ടൈപ്പ് ചെയ്യുന്നു: പെരിമീറ്റർ ഓഫ് ദി റോംബസ് ഈക്വൽ ടു പ്ലസ് എന്ന ചിഹ്നം ഇട്ട് ബ്രാക്കറ്റിനുള്ളിൽ 4 സ്പേസ് a ബ്രാക്കറ്റ് അടയ്ക്കുക. a എന്നത് സമചതുർഭുജത്തിന്റെ ഒരു വശത്തെ സൂചിപ്പിക്കുന്നു. ഓകെ ക്ലിക്ക് ചെയ്യുക. സമചതുർഭുജത്തിന്റെ ചുറ്റളവ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ ഫയൽ സേവ് ചെയ്യുക. ഫയൽ എന്നതിലെ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ റോംബസ് ഏരിയ പെരിമീറ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. റോംബസ് ഏരിയ പെരിമീറ്റർ. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ഒരു അസൈൻമെന്റ് ആഗ്രഹിക്കുന്നു. ഒരു വിഷമചതുർഭുജത്തിന്റെ ചുറ്റളവ് കണ്ടെത്തണം. ഔട്ട്പുട്ട് കോൺസ് trapezium.ggb എന്ന് കൊടുക്കുക. ഒബ്ജക്റ്റ് g എന്നതിന് b എന്നാക്കി പേര് മാറ്റുക. വിസ്തീർണത്തിനു വേണ്ടിയുള്ള ഫോർമുല: സമാന്തര വശങ്ങളുടെ പകുതി തുക ഇൻറ്റു ലംബമായ ഉയരം, അതായത് a+b/2 ഇൻറ്റു h. ചുറ്റളവ് ഫോർമുല സമം വശങ്ങളുടെ ആകെത്തുക a+b+c+d. ഔട്ട്പുട്ട് ഇതുപോലെ ആയിരിക്കണം. ഒരു ഗോളം നിർമ്മിക്കുവാൻ ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ തുറക്കാം. ഫയൽ എന്നതിലെ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ടൂൾ ബാറിൽ നിന്ന് സർക്കിൾ വിത്ത് സെന്റർ ആൻഡ് റേഡിയസ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. ഡ്രോയിംഗ് പാഡ് പോയിന്റ് എയിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ടെക്സ്റ്റ് ബോക്സ് തുറക്കുന്നു. ആരത്തിന് 2 എന്ന മൂല്യം നൽകുക. ഓകെയിൽ ക്ലിക്ക് ചെയ്യുക. 2 സെന്റിമീറ്റർ ആരമുള്ള കേന്ദ്രമായ ഒരു വൃത്തം വരച്ചു. ടൂൾ ബാറിൽ നിന്ന് ന്യൂ പോയിന്റ് എന്ന ടൂൾ തിരഞ്ഞെടുത്ത് B എന്ന പോയിന്റ് ചുവട്ടിലായി രേഖപ്പെടുത്തുക. സെഗ്മെന്റ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന ടൂൾ തിരഞ്ഞെടുക്കുക. ആരം a, b എന്നീ പോയിന്റുകൾ കൂട്ടിച്ചേർക്കുക. വൃത്തത്തിന്റെ ചുറ്റളവിൽ തൊടുന്ന രീതിയിൽ തിരശ്ചീന ദിശയിൽ ഒരു എലിപ്സ് CDE വരയ്ക്കുക. എലിപ്സ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. എതിർമൂലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന C, D എന്നീ പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ഒരു മൂന്നാമത്തെ പോയിന്റ് ഈ വൃത്തത്തിനുള്ളിൽ വരയ്ക്കുക. ഇവിടെ ഒരു ഗോളം വരച്ചു.
ഇപ്പോൾ ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം നമുക്ക് കണ്ടെത്താം. ഇൻസേർട്ട് ടെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോയിംഗ് പാഡിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ടെക്സ്റ്റ് ബോക്സ് തുറക്കുന്നു. ടെക്സ്റ്റ് ബോക്സിൽ ഡ്രോപ്പ് ഡൗൺ പട്ടികയിൽ പ്രത്യേക പ്രതീകങ്ങൾ കണ്ടെത്തുവാനായി പൈ കണ്ടെത്തുവാൻ ദയവായി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇരട്ട ഉദ്ധരണികൾക്കുള്ളിൽ ടൈപ്പ് ചെയ്യുന്നു. സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ ഈക്വൽ ടു പ്ലസ് എന്ന ചിഹ്നം ഇട്ട് ബ്രാക്കറ്റിനുള്ളിൽ 4 സ്പേസ് ഡ്രോപ്പ് ഡൗൺ പട്ടികയിൽ പൈ തിരഞ്ഞെടുക്കുക. സ്പേസ് എ ലിസ്റ്റിൽ നിന്നും സ്ക്വയർ തിരഞ്ഞെടുക്കുക. ബ്രാക്കറ്റ് അടയ്ക്കുക. ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. അടുത്തത് വ്യാപ്തി കണ്ടെത്തണം. ഇൻസേർട്ട് ടെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോയിംഗ് പാഡിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ് തുറക്കുന്നു. ഇരട്ട ഉദ്ധരണികൾക്കുള്ളിൽ ടൈപ്പ് ചെയ്യുന്നു. വോളിയം ഓഫ് ദ സ്ഫിയർ പ്ലസ് എന്ന ചിഹ്നം ഇട്ട് ബ്രാക്കറ്റിനുള്ളിൽ 4/3 സ്പേസ് ഡ്രോപ്പ് ഡൗൺ പട്ടികയിൽ നിന്നും പൈ തിരഞ്ഞെടുത്ത് സ്പേസ് എ ലിസ്റ്റിൽ നിന്നും ക്യൂബ് തിരഞ്ഞെടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഗോളത്തിന്റെ വ്യാപ്തി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് ചുവടെ സ്ഥാപിക്കുക. അത് വലിച്ചിടുക. അടുത്തത് ഒരു കോൺ വരയ്ക്കുക. പോളിഗോൺ എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. സി, ഡി, ഒരു ബാഹ്യ പോയിന്റ് എഫ്, വീണ്ടും സി എന്നിവ ക്ലിക്ക് ചെയ്യുക. സെഗ്മെന്റ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് തിരഞ്ഞെടുക്കുക. എഫ്, എ എന്നീ പോയിന്റുകൾ കൂട്ടിച്ചേർക്കുക. കോണിന്റെ ഉയരം ലഭിക്കുന്നു. ഒബ്ജക്റ്റ് ബി H ആയി പുനർനാമകരണം ചെയ്യുക. ഒബ്ജക്റ്റ് ബി ക്ലിക്ക് ചെയ്യുക. റീനെയിം ക്ലിക്ക് ചെയ്യുക. ബി മാറ്റി H കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. കോൺ ചരിവിന്റെ ഉയരം C1 എന്നത് S എന്നാക്കി പുനർനാമകരണം ചെയ്യുക. C1 റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റീനെയിം ക്ലിക്ക് ചെയ്യുക. C1 മാറ്റി S ആക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കോണിന്റെ ഉപരിതല വിസ്തീർണം, വ്യാപ്തി എന്നിവ നമുക്ക് കണ്ടെത്താം. ഒന്നുകിൽ ഇൻസേർട്ട് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ബാർ ഉപയോഗിക്കാം. ഞാൻ ഇൻപുട്ട് ബാർ ഉപയോഗിക്കുന്നു. ഇൻപുട്ട് ബാർ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ പ്രത്യേക പ്രതീകങ്ങൾ കണ്ടെത്തുവാൻ താഴേക്ക് വരിക. പൈ കണ്ടെത്തുവാൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യുക. സർഫസ് ഏരിയ ഈക്വൽ ടു ബ്രാക്കറ്റ് തുറന്ന് ലിസ്റ്റിൽ നിന്നും പൈ തിരഞ്ഞെടുത്ത് സ്പേസ് എ സ്പേസ് എസ് പ്ലസ് വീണ്ടും ലിസ്റ്റിൽ നിന്ന് പൈ തിരഞ്ഞെടുത്ത് സ്പേസ് എ സ്ക്വയർ തിരഞ്ഞെടുക്കുക. ബ്രാക്കറ്റ് അടയ്ക്കുക. എന്റർ അമർത്തുക. ആൾജിബ്ര വ്യൂവിൽ കോണിന്റെ ഉപരിതല വിസ്തീർണം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ദയവായി ശ്രദ്ധിക്കുക, ഇൻപുട്ട് ബാർ ഉപയോഗിക്കുമ്പോൾ ആൾജിബ്ര വ്യൂവിലാണ് കാണുന്നത്. നമുക്ക് വ്യാപ്തി കണ്ടെത്താം. വോളിയം ഈക്വൽ ടു ബ്രാക്കറ്റിനുള്ളിൽ 1/3 ടൈപ്പ് ചെയ്ത് സ്പേസ് പട്ടികയിൽ നിന്നും പൈ തിരഞ്ഞെടുത്ത് സ്പേസ് എ സ്ക്വയർ തിരഞ്ഞെടുത്ത് സ്പേസ് H ബ്രാക്കറ്റ് അടയ്ക്കുക. എന്റർ അമർത്തുക. കോണിന്റെ വ്യാപ്തി ആൾജിബ്ര വ്യൂവിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ഫയൽ സേവ് ചെയ്യാം. ഇതിനായി ഫയലിലെ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ സ്ഫിയർ കോൺ എന്ന് പേര് ടൈപ്പ് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിൽ വന്നിരിക്കുന്നു. ഇതുവരെ പഠിച്ചത് ഇവിടെ ചുരുക്കി പറയാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് സമചതുർഭുജത്തിന്റെ വിസ്തീർണം, ഗോളം, കോൺ എന്നിവയുടെ ഉപരിതല വിസ്തീർണം, ഗോളം, കോൺ എന്നിവയുടെ വ്യാപ്തി, ഗോളം, കോൺ എന്നിവ വരയ്ക്കുവാൻ. അസൈൻമെന്റ്: ഞാൻ സിലിണ്ടറിന്റെ ഉപരിതല വിസ്തീർണം, വ്യാപ്തി എന്നിവ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരേ വലുപ്പത്തിലുള്ള 2 എലിപ്സുകൾ ഒന്നിനു ചുവടെ ഒന്നായി വരയ്ക്കുക. എലിപ്സിന്റെ അറ്റങ്ങൾ ബന്ധിപ്പിക്കുക. കേന്ദ്രം കണ്ടെത്തുന്നതിന്
സെന്റർ ടൂൾ ഉപയോഗിക്കുക. കേന്ദ്രം, അഗ്രങ്ങൾ എന്നിവ കൂട്ടിച്ചേർക്കുക. ഒബ്ജക്റ്റ് ബി എന്നത് h ആയും E എന്നത് R ആയും പുനർനാമകരണം ചെയ്യുക. ഉപരിതല വിസ്തീർണം സമം 2πr × r + h. വ്യാപ്തി സമം πr²h. ഈ അസൈൻമെന്റ് ഇതുപോലെ ആയിരിക്കണം. ഈ URL-ൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക contact@spoken-tutorial.org. സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്നത് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇത് ICT, MHRD തുടങ്ങിയ ഇന്ത്യ ഗവൺമെന്റിന്റെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ചുവടെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ്. പങ്കെടുത്തതിന് നന്ദി. IIT ബോംബെയിൽ നിന്നും വിജി നായർ.